മനുഷ്യർ വരിവരിയായി ക്യൂവിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ് അവരുടെ മണ്ണിലേക്ക്, അവരുടെ നാട്ടിലേക്ക്. പക്ഷെ അവിടെ വീട് എന്ന് പറയുന്നത് ഒരു സങ്കല്പം മാത്രമാണ്. ശരിക്കും ഗാസയിലെ ജനങ്ങൾ വീട്ടിലേക്കല്ല മടങ്ങുന്നത്, വീടുണ്ടായിരുന്ന സ്ഥലത്തേക്കാണ് മടങ്ങുന്നത്. പലസ്തീനികളെ കുറിച്ച് പറയുന്നൊരു കാര്യം, പലസ്തീനിലെ മനുഷ്യർ എപ്പോഴും സൂക്ഷിച്ച് ഒരു ആഭരണം പോലെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു കാര്യമുണ്ട്. അത് താക്കോലാണ്. വാഹനത്തിൻ്റെയോ പെട്ടിയുടെയോ ഒന്നും താക്കോലല്ല, വീടിൻ്റെ താക്കോൽ. അബൂമേസൻ്റെ, പലസ്തീൻ്റെ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിൻ്റെ കോട്ടിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ചെറിയ താക്കോൽ. എന്തിനാണ് ഈ താക്കോൽ ഇത്ര കാര്യമായി സൂക്ഷിച്ച് എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ, എപ്പോഴെങ്കിലും വീട്ടിലേക്ക് മടങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് അവരെ ജീവിപ്പിക്കുന്നത്. എപ്പോഴെങ്കിലും എൻ്റെ വീട്ടിലേക്ക് പോകും, ആ വീട് ഈ താക്കോലിട്ട് ഞാൻ തുറക്കും, ആ വീട്ടിൽ ഞാൻ ജീവിക്കും എന്ന സ്വപ്നമാണ് പലസ്തീനികളെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്ര സ്വപ്നം. 1948 നക്ബ നടക്കുന്നത്. ഇത് രണ്ടാമത്തെ നക്ബയാണ്. 1948 മുതൽ 2025 വരെയുള്ള ചരിത്രമെടുത്താൽ അത് അധിനിവേശത്തിൻ്റെയും പുറന്തള്ളലിൻ്റെയും ജന്മനാട്ടിൽ അഭയാർത്ഥിയായതിൻ്റെയും ഒക്കെ ചരിത്രമാണ്. പലസ്തീൻ ജനതയെ നമ്മൾ രാഷ്ട്രം നഷ്ടപ്പെട്ട ഒരു ജനതയായിട്ടാണ് കാണേണ്ടത്. വളരെ ചെറിയ ഒരു ഉദാഹരണം നമ്മൾ എടുത്താൽ, ഇപ്പോൾ പലസ്തീൻ നിങ്ങളുടെ വീടാണ് എന്ന് കരുതുക. പലസ്തീനിൽ സംഭവിച്ചത്, ഒരു ദിവസം ഒരാൾ നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് പറയാണ്, 1000 വർഷം മുൻപ് എൻ്റെ പഴയ തലമുറ നിങ്ങളുടെ ഈ വീട്ടിലാണ് താമസിച്ചിരുന്നത്, അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ എന്നെ താമസിക്കാൻ അനുവദിക്കണം എന്ന് അയാൾ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ പറ്റില്ല എന്നേ പറയൂ. ഞാൻ വില നൽകാം, നിങ്ങളുടെ വീടിൻ്റെ ഒരു ഭാഗം എനിക്ക് തന്നേക്ക്, ഞാൻ നിങ്ങളിൽ നിന്ന് വില കൊടുത്ത് ഇത് വാങ്ങാൻ തയ്യാറാണ്. അപ്പോൾ നിങ്ങൾ പറയും, ഇതെൻ്റെ വീടാണ്, ഞാനിത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന്. അങ്ങനെ നിൽക്കുമ്പോൾ നാട്ടിലെ പ്രമാണി മധ്യസ്ഥം പറയാൻ വന്ന്, ഇയാളുടെ 1000 വർഷം മുമ്പുള്ള പിതാമഹർ ഇവിടെ താമസിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ 2 മുറികൾ ഇയാൾക്ക് കൊടുത്തേക്കൂ, ബാക്കിയുള്ള സ്ഥലത്ത് നിങ്ങൾ ജീവിച്ചോളൂ എന്ന് പറയുക. കുറച്ചു കാലം കഴിഞ്ഞ് ഇയാൾ, എനിക്ക് 2 മുറി പോരാ, നിങ്ങളുടെ 3ാമത്തെ മുറി എനിക്ക് വേണം എന്ന് പറഞ്ഞു. നിങ്ങളെ അവിടെ നിന്ന് ബലമായി പുറന്തള്ളുന്നു. പിന്നെ അടുത്ത മുറിയും അയാൾ കയ്യേറുന്നു. അപ്പോൾ ആ നാട്ടിലെ പൗരപ്രമുഖരെല്ലാം കൂടി ഇക്കാര്യത്തിലൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ തീരുമാനിച്ച്, നിങ്ങളുടെ വീട് പകുതിയായി ഭാഗം വെക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കില്ലല്ലോ സ്വാഭാവികമായിട്ടും. അതെനിക്ക് പറ്റില്ല, എൻ്റെ വീട് അങ്ങനെ ഭാഗം വെക്കേണ്ട, എനിക്ക് ഇയാൾക്ക് പകുത്തു കൊടുക്കാനില്ല എന്ന് പറയുമ്പോൾ നിങ്ങളെ അവിടെ നിന്ന് സമ്പൂർണ്ണമായി പുറത്താക്കി നിങ്ങളുടെ വീടിൻ്റെ ചായ്പിലേക്ക് നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും മാറ്റി ആ വീട് സമ്പൂർണ്ണമായി പുറത്തുനിന്ന് വന്ന ആൾ കൈയടക്കുകയാണ്. അതും കഴിഞ്ഞ് ആ ചായ്പിൽ ഞെങ്ങി ഞെരുങ്ങി കഴിയുന്ന നിങ്ങളുടെ മക്കൾ ആ മുറ്റത്തേക്ക് ഇറങ്ങിയാൽ അവരെ വകവരുത്തും എന്ന് വന്നാലും, അതാണ് ഇപ്പോൾ സാമാന്യമായി പറഞ്ഞാൽ ഈ പറയുന്ന ചെറിയ ഭൂഭാഗത്ത് ചരിത്രപരമായ പലസ്തീൻ മേഖലയിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ ഇതിനോടകം തന്നെ ഗാസയിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് വളരെ വിപുലമായി തന്നെ ഇവിടെ ഉണ്ടായിരുന്ന MLA സുജിത് വിജയൻപിള്ളയും ഷിബു ബേബി ജോണും ഒക്കെ സംസാരിച്ചിട്ടുണ്ടാവും. ഞാൻ അതിൻ്റെ ആനുകാലിക കാര്യങ്ങൾ ഒന്നൊന്നായി ആവർത്തിക്കുന്നില്ല. പക്ഷേ ചില ചോദ്യങ്ങളുണ്ട്. ഞാൻ അമേരിക്കയിലെ ചിക്കാഗോയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡിബേറ്റിന്, എസൻസ് ഗ്ലോബലിൻ്റെ ഡിബേറ്റിൽ പോയപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്തുയർന്ന ഒരു പരാമർശം എന്ന് പറയുന്നത്, കേരളത്തിൽ ധാരാളം പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനങ്ങളെ നടക്കുന്നുള്ളൂ, ഇസ്രായേൽ ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ നടക്കുന്നില്ല. കേരളത്തിലെ ജൂതർ ഒരു വോട്ട് ബാങ്ക് ആയിരുന്നുവെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല നടക്കുക, ഇസ്രായേൽ ഐക്യദാർഢ്യമാണ് നടക്കുക എന്നുള്ളതാണത്. യഥാർത്ഥത്തിൽ പലസ്തീനോട് അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് മനുഷ്യാവകാശം വേണം എന്ന് പറയുന്നതിൽ അങ്ങനെ ഒരു ആംഗിൾ ഉണ്ടോ? കേരളത്തിൽ മാത്രമല്ല, ഈ കൊട്ടുകാട് മാത്രമല്ല പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ നടക്കുന്നത്, അത് ലോകമെമ്പാടും നടക്കുന്നുണ്ട്. എന്തിന്? ഇസ്രയേലിൽ പോലും നടക്കുന്നുണ്ട്. ഇസ്രയേലിലെ 27 എമിനൻറ്റ് സിറ്റിസൻസ് എന്ന് പറഞ്ഞാൽ ആഗോളതലത്തിൽ അക്കാഡമി അവാർഡും അതുപോലെ ഉയർന്ന ബഹുമതികളുമൊക്കെ നേടിയിട്ടുള്ള അന്താരാഷ്ട്ര തലത്തിൽ പ്രസിദ്ധരായ 27 ജൂത പ്രമുഖർ ഈ വംശഹത്യയെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്, നരഹത്യയെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇസ്രയേലിൻ്റെ മുൻ ഭരണാധികാരികൾ പോലും
ഇതിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്, ഇതിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ട്. ഈ സമരത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഐക്യപ്പെടലിൻ്റെ ലോകത്തിലെ പ്രതീകം എന്ന് പറയുന്നത് ഗ്രറ്റ തൻബർഗാണ്. അവർ സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തകയാണ്. അവർക്ക് നൊബേൽ സമ്മാനം കിട്ടുമെന്നൊക്കെ പലരും പ്രതീക്ഷിച്ചിരുന്നു. ഇവിടെ ഇപ്പോൾ നൊബേൽ സമ്മാനത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, കിട്ടിയില്ല, അത് വേറെ വിഷയം. മറിച്ച് ഇസ്രായേലിനെ അനുകൂലിക്കുന്ന വെനസ്വേലയിലെ ഒരു പ്രതിപക്ഷ നേതാവിനാണ് ലഭിച്ചത്. അപ്പോൾ ഗ്രറ്റ തൻബർഗ് 2 തവണ ഫ്രീഡം ഫ്ലോട്ടില്ലയിലും സ്മൂത്ത് ഫ്ലോട്ടില്ലയിലും ഗാസയിലെ ജനങ്ങൾക്ക് മനുഷ്യാവകാശ സഹായങ്ങളുമായി പുറപ്പെടുകയും അവർ ഇസ്രായേൽ സൈന്യത്തിൻ്റെ പിടിയിലാവുകയും ചെയ്തു. 2 തവണയും വലിയ പീഡനങ്ങൾ അവർ ഏറ്റുവാങ്ങി സഹിക്കേണ്ടി വന്നു. ഇതിനുശേഷം അവരെ അവിടെ നിന്ന് നാടുകടത്തി. അവർക്ക് സ്വീഡനിൽ വോട്ട് ബാങ്ക് ഒന്നുമില്ല കേട്ടോ. അവർ ഇലക്ഷനിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. അവർ വോട്ട് ബാങ്കിനെ ലക്ഷ്യമിടുന്ന ആളും അല്ല. ഗ്രറ്റ തൻബർഗ് ആദ്യത്തെ ഫ്രീഡം ഫ്ലോട്ടില്ല കഴിഞ്ഞതിന് ശേഷം സ്വീഡനിൽ തിരിച്ചെത്തിയപ്പോൾ സ്വീഡനിലെ മാധ്യമപ്രവർത്തകർ അവരോട്, നിങ്ങൾക്ക് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്ന്, ഇസ്രായേലിൻ്റെ IDF-ൻ്റെ ഭാഗത്തുനിന്ന് കടുത്ത നടപടി നേരിടേണ്ടി വന്നപ്പോൾ പേടി തോന്നിയോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരതിന് കൊടുത്ത മറുപടി, എനിക്കങ്ങനെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ കൈകളിൽ ഞാൻ പിടിയിലായപ്പോൾ എനിക്ക് പേടിയൊന്നും തോന്നിയില്ല. പക്ഷേ ലോകത്ത് ഇത്രയും വലിയ ഒരു അനീതി കണ്ടിട്ട് അത് കണ്ടില്ല എന്ന് നടിക്കുന്നവരെ കാണുമ്പോൾ എനിക്ക് പേടിയുണ്ട്. ആ അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ മടിക്കുന്നവരെ കാണുമ്പോൾ എനിക്ക് പേടിയുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. ഇവിടെ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം എന്നുള്ളത് നീതിയുടെ പ്രശ്നമാണ്. രാഷ്ട്രം നഷ്ടപ്പെട്ട ഒരു ജനത അവരുടെ അതിജീവനത്തിന് വേണ്ടി പോരാടുന്നതിൻ്റെയും അവർ നിഷ്കരുണം ഇരകളാക്കപ്പെടുന്നതിൻ്റെയും വിഷയമാണ്. അതിന് ഏതാണ്ട് ഒരു നൂറ്റാണ്ടിൻ്റെ ചരിത്രമുണ്ട് താനും. അത്രയും കാലത്തെ 1921 ലീഗ് ഓഫ് നേഷൻസിൻ്റെ മാൻഡേറ്റ് വഴി ബ്രിട്ടൻ ഈ മേഖലയുടെ ഭരണാധികാരം കൈക്കൊള്ളുന്നത്. ബ്രിട്ടൻ ഈ മേഖലയുടെ ഭരണാധികാരം കൈക്കൊള്ളുന്ന വേളയിലാണ് അവിടെ ജൂത കുടിയേറ്റം വ്യാപകമാകുന്നത്, ജൂയിഷ് സെറ്റിൽമെൻറ്റുകൾ ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ആത്യന്തികമായി നക്ബ സംഭവിക്കുന്നത്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു നൂറ്റാണ്ടായി, 100 വർഷം കഴിഞ്ഞു. ഒരു നൂറ്റാണ്ടായി ഒരു ജനത, അവിടുത്തെ മനുഷ്യർ അധിനിവേശത്തിൻ്റെ കെടുതികൾക്ക് ഇരയായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ പ്രശ്നം ഏതാണ്? അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് നീതിയുടെ, മനുഷ്യത്വത്തിൻ്റെ, മാനവികതയുടെ പ്രശ്നമാണ്. അത് ചൂണ്ടിക്കാണിക്കുന്നത് ആരാണ്? ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളോ അവരെ പ്രതിനിധീകരിക്കുന്നവരോ അവരുടെ രാജ്യങ്ങളോ ആണോ? നോക്കൂ, ഐക്യരാഷ്ട്രസഭയുടെ മാൻഡേറ്റ് അനുസരിച്ചാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഈ വിഷയം പരിഗണിക്കുകയും അവിടെ നടക്കുന്നത് ഒരു പ്ലോസിബിൾ ജിനോസൈഡാണ്, ഒരു വംശഹത്യയാണ് എന്ന് പറയുകയും ചെയ്തത്. ഗ്ലോബൽ സൗത്തിൻ്റെ, ദക്ഷിണാഫ്രിക്കയുടെ നേതൃത്വത്തിലുള്ള ഗ്ലോബൽ സൗത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഐക്യരാഷ്ട്രസഭയിലെ ആ മൂവ്മെൻറ്റ്. ഐക്യരാഷ്ട്രസഭയിൽ ഈ നീക്കത്തിന്, നീതിക്ക് വേണ്ടിയുള്ള ഈ നീക്കത്തിന് ചുക്കാൻ പിടിച്ച രാജ്യത്തിൻ്റെ പേര് ദക്ഷിണാഫ്രിക്ക എന്നാണ്. ഈ രാജ്യത്തോട്, ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തോട് സ്പോർട്സ് പോലും പറ്റില്ല എന്ന് പറഞ്ഞ, അതുപോലും അസാധ്യമായിരിക്കുന്നു എന്ന നിലപാടെടുത്ത രാജ്യത്തിൻ്റെ പേര് സ്പെയിൻ എന്നാണ്. ലാറ്റിൻ അമേരിക്കയിൽ ബ്രസീലും കൊളംബിയയും അടക്കമുള്ള രാഷ്ട്രങ്ങൾ അതിനിശ്ചിതമായ നിലപാട്. ഈ കാര്യത്തിൽ നീതിയുടെ പക്ഷത്ത് നിൽക്കുന്നത് മതപരിഗണനയുടെയോ വോട്ട് ബാങ്കിൻ്റെയോ ഒന്നും അടിസ്ഥാനത്തിലല്ല, മറിച്ച് നീതിബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിൽ. അതായത് ഇസ്രായേൽ ഗസയിൽ ചെയ്യുന്നത് ഒരു വംശഹത്യയാണ്. മനുഷ്യരെ, നിസ്സഹായരായ, നിരായുധരായ, യാതൊരു തരത്തിലും പൊരുതാൻ പോലും അശക്തരായ മനുഷ്യരെ കൂട്ടക്കൊല ചെയ്യുന്നതിൽ ഉള്ള പ്രശ്നം നീതിയുടേതാണ്, മനുഷ്യത്വത്തിൻ്റെതാണ്, മാനവികതയുടേതാണ് എന്ന കാഴ്ചപ്പാട് അനേക രാജ്യങ്ങൾ ഉയർത്തുന്നത് അവരുടെ നീതിബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ ഒരുപാട് മനുഷ്യരുണ്ട്, ഒരുപാട് മനുഷ്യർ. അത് ഒരു നാട്ടിലല്ല, ഒരു ഭൂഖണ്ഡത്തിലല്ല, ഈ ഭൂഗോളം മുഴുവൻ അനേക രാഷ്ട്രങ്ങളിൽ, അനേക ഭൂഖണ്ഡങ്ങളിൽ, 7 ഭൂഖണ്ഡങ്ങളിലെയും അനേക മനുഷ്യർ എല്ലായിടത്തും നീതിക്ക് വേണ്ടി പോരാടുന്നു, നീതിക്ക് വേണ്ടി നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ കൂടി, ആ സമ്മർദ്ദങ്ങളുടെയും കൂടി ആത്യന്തികമായ ഫലമായിട്ടാണ് ഒടുവിൽ താൽക്കാലികമായിട്ടെങ്കിലും അവിടെ ശാന്തി വന്നത്. ഇനി അവർക്ക് ഒരു ജീവിതമാണ് വേണ്ടത്. നമ്മൾ ഇതുപോലെ ഉയരുന്ന മറ്റൊരു വിമർശനമാണ് ഏഷ്യയിൽ, വെസ്റ്റ് ഏഷ്യയിൽ നടക്കുന്ന കാര്യങ്ങൾക്ക്. അവിടെ നിന്ന് 1000-ലധികം അല്ലെങ്കിൽ ഒരുപാട് അനേക മൈലുകൾക്കപ്പുറത്ത് ഇവിടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ എന്തിനാണ് പ്രതിഷേധം? എന്താണ് ഇന്ത്യക്കാർക്ക് ഇതിൽ കാര്യം എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ചരിത്രപരമായി ഈ കാര്യത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് കൂടി നോക്കണം. പലസ്തീനിലെ മനുഷ്യരുടെ സ്വാതന്ത്ര്യ സമരം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം തന്നെയാണ് എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവാണ്.
ലോകത്തുള്ള അടിച്ചമർത്തപ്പെടുന്ന എല്ലാ മനുഷ്യരുടെയും സമരം നമ്മുടെ സമരമായിരിക്കും എന്ന് പറഞ്ഞത് നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രി നെഹ്റുവാണ്. അന്ന് അദ്ദേഹം പ്രധാനമന്ത്രി ആയില്ല, 1937 പറഞ്ഞതാണ്. മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവ് പറഞ്ഞത് ഇംഗ്ലണ്ട് ഇംഗ്ലീഷുകാരുടേതെന്ന പോലെ, ഫ്രാൻസ് ഫ്രഞ്ചുകാരുടേതെന്നതുപോലെ പലസ്തീൻ എന്നുള്ളത് അറബുകളുടേതാണ് എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്, നമ്മുടെ രാഷ്ട്രപിതാവ്. 1948 ഇസ്രയേൽ എന്ന രാഷ്ട്രമുണ്ടായത്. ഇസ്രയേൽ രാഷ്ട്ര രൂപീകരണത്തിലേക്ക് നയിച്ചത് ഐക്യരാഷ്ട്രസഭയിലെ 182 നമ്പർ പ്രമേയമാണ് ജനറൽ കൗൺസിലിൽ. ആ പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്ത രാജ്യങ്ങളിൽ വളരെ കുറഞ്ഞ രാജ്യങ്ങളെ അതിനെ എതിർത്ത് വോട്ട് ചെയ്തിട്ടുള്ളൂ. ഇസ്രയേൽ രാഷ്ട്രത്തെ നിർമ്മിക്കണം എന്ന നിലയിലാണ് അമേരിക്കയും USSRും അടക്കമുള്ള ലോകത്തെ പ്രമുഖരായ രാഷ്ട്രങ്ങൾ വോട്ട് ചെയ്തത്. അന്ന് അത് ശരിയല്ല എന്ന് പറയാൻ വളരെ കുറച്ച് രാഷ്ട്രങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ആ രാഷ്ട്രങ്ങളിൽ ഒരു രാഷ്ട്രം നമ്മുടെ രാഷ്ട്രമാണ്, ഇന്ത്യയാണ്. അന്ന് UN റെസൊല്യൂഷനെതിരെ വോട്ട് ചെയ്ത രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ പലസ്തീൻ പിറന്ന് വീണത് മുതൽ പലസ്തീനെ അംഗീകരിച്ച രാജ്യമാണ്. ഇപ്പോൾ പല രാജ്യങ്ങളും, ഇംഗ്ലണ്ട് അടക്കം, ബ്രിട്ടൻ അടക്കം പല രാജ്യങ്ങളും പലസ്തീനെ അംഗീകരിക്കുന്നു എന്ന വാർത്ത നിങ്ങൾ പത്രങ്ങളിൽ അതുപോലെ തന്നെ ടെലിവിഷൻ ചാനലുകളിൽ കാണുന്നുണ്ടാവും. പലസ്തീൻ ഉണ്ടായി, പലസ്തീൻ രാഷ്ട്രപ്രഖ്യാപനം. മഹ്മൂദ് ദർവീഷിന്റെ മനോഹരമായ വാചകങ്ങൾ യാസർ അറാഫത്ത് രാഷ്ട്രപ്രഖ്യാപനമായി നടത്തിയ വേളയിൽ അതിൻ്റെ മണിക്കൂറുകൾക്കുള്ളിൽ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച രാജ്യമാണ് ഇന്ത്യ 1988. അതേസമയം 1948 പിറന്നു വീണ ഇസ്രയേലിൻ്റെ കാര്യത്തിൽ പരിമിതമായ ബന്ധമേ ഇന്ത്യക്കുണ്ടായിരുന്നുള്ളൂ. വെറും കോൺസുലാർ സേവനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ നയതന്ത്ര ബന്ധം സ്ഥാപിക്കപ്പെട്ടിട്ട് പോലും അനേകം കാലമായില്ല. 1992 മാത്രമാണ് ഇന്ത്യ ഇസ്രയേൽ സമ്പൂർണ്ണ നയതന്ത്ര ബന്ധം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ ഇത് വേറെ എവിടെയോ മഴ പെയ്യുമ്പോൾ നമ്മൾ ഇവിടെ കുടപിടിക്കുന്നതല്ല. ചരിത്രപരമായി തന്നെ ഇസ്രയേൽ പലസ്തീൻ വിഷയത്തിൽ ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം നീതിയുടെ പക്ഷത്തായിരുന്നു. ഈ വിഷയത്തിൽ ഇന്ത്യക്കാർക്കും അഭിപ്രായമുണ്ടായിരുന്നു. ആ ഇന്ത്യക്കാരുടെ അഭിപ്രായമാണ് നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയും രാഷ്ട്രപിതാവും ഒക്കെ പറഞ്ഞത്. അതുകൊണ്ട് അവിടെ കൂട്ടക്കൊല നടക്കുമ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് വർത്തമാനമൊന്നും പറയണ്ട എന്ന് പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല. ഇനി മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഇത് ഒരു മതപ്രശ്നമാണോ എന്നൊരു ചോദ്യം ഇവിടെ ഉന്നയിക്കപ്പെട്ടിരുന്നു. മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവരുടെ മക്കയും മദീനയും കഴിഞ്ഞാൽ ഏറ്റവും പുണ്യമായി കരുതുന്ന ആരാധനാലയം അൽ അക്സ ജെറൂസലേമിലാണ് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇത് മതപരമായ ആ പള്ളി നിലനിർത്താനുള്ള പോരാട്ടമല്ല, മറിച്ച് അവിടെ താമസിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ കിടപ്പാടം, അവരുടെ ജീവിതം, അവരുടെ രാഷ്ട്രം അത് നിലനിർത്തണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സ്വാതന്ത്ര്യ സമരമാണ്. ആ സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്തിയിട്ടുള്ളത് ഇസ്രയേലും ജൂതന്മാരും മാത്രമൊന്നുമല്ല. 1948 സംഭവിച്ചത് ചരിത്രപരമായ പലസ്തീൻ്റെ 75% ഭാഗവും ഇസ്രയേൽ കൈയടക്കി. UN പാർട്ടീഷൻ പ്ലാൻ അനുസരിച്ച് 55% സ്ഥലത്ത് ഇസ്രയേൽ എന്ന രാഷ്ട്രം, ബാക്കിയുള്ള സ്ഥലത്ത് പലസ്തീൻ എന്ന രാഷ്ട്രം. അങ്ങനെ 2 രാഷ്ട്രങ്ങൾ ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ. പക്ഷേ 1948 യുദ്ധം വിജയിച്ചതോടെ 75% സ്ഥലവും ഇസ്രയേലിൻ്റെ കൈപ്പിടിയിലായി. ആ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെസ്റ്റ് ബാങ്കും ജെറൂസലേമും, കിഴക്കൻ ജെറൂസലേമും ജോർദാൻ്റെ പിടിയിലായിരുന്നു. ഇപ്പോഴത്തെ ഈ ഗാസ ഈജിപ്തിൻ്റെ പിടിയിലായിരുന്നു. ഈജിപ്റ്റ് ഗാസയിൽ പരിമിതമായ സ്വയം ഭരണം അനുവദിച്ചിരുന്നുവെങ്കിൽ പൂർണ്ണമായും ജോർദാൻ്റെ ഭരണത്തിന് കീഴിലായിരുന്നു പലസ്തീൻ ഭാഗങ്ങൾ. പലസ്തീൻ സ്വാതന്ത്ര്യ പോരാളികൾക്ക് ജോർദാനെതിരെയും പോരാടേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങളൊരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നില്ല, ജോർദാനാണ് പലസ്തീൻ, പലസ്തീനാണ് ജോർദാൻ എന്നുള്ളതായിരുന്നു ജോർദാൻ്റെ നിലപാട്. യാസർ അറാഫത്തിനും പോരാളികൾക്കും പിന്നീട് 6 ദിന യുദ്ധത്തിനും ശേഷമുള്ള കാലഘട്ടത്തിൽ ജോർദാൻ ഭരണകൂടത്തോട് പോരാടേണ്ടി വന്നിട്ടുണ്ട്. പലസ്തീൻ സ്വാതന്ത്ര്യ പോരാളികളെ ജോർദാൻ അടിച്ചമർത്തിയിട്ടുണ്ട്. ആ ജോർദാൻ പലസ്തീൻ സമര പോരാളികളെ, യാസർ അറാഫത്തിൻ്റെ പോരാളികളെ അടിച്ചമർത്തിയ ഭീകരമായ കൂട്ടക്കൊല നടന്ന 25,000-ലധികം ആളുകൾ മരിച്ച ഭീകരമായ കൂട്ടക്കൊലയാണ് ബ്ലാക്ക് സെപ്റ്റംബർ എന്നറിയപ്പെടുന്നത്. അന്ന് ജോർദാൻ പട്ടാളത്തിന് പലസ്തീനുകളെ അടിച്ചമർത്താൻ കൂട്ടായി ഉണ്ടായിരുന്നത് പാകിസ്ഥാനിൽ നിന്ന് പോയ കൂലിപ്പട്ടാളമായിരുന്നു, സിയായുടെ കൂലിപ്പട്ടാളം. പിന്നീട് അദ്ദേഹം അവിടെ ഭരണാധികാരിയായി മാറി. മതപ്രശ്നമാണെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലല്ലോ. ഇത് മനുഷ്യാവകാശത്തിൻ്റെ, അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ, അവരുടെ രാഷ്ട്രമോഹത്തിൻ്റെ, ഒരു രാഷ്ട്രത്തെ പൗരന്മാരായി ജീവിക്കണമെന്ന ആഗ്രഹത്തിൻ്റെ ഒക്കെ സ്വപ്നങ്ങളുടെ ചരിത്രമാണ് പലസ്തീൻ പോരാട്ടത്തിൻ്റെ, അവരുടെ രാജ്യം വേണം എന്ന പോരാട്ടത്തിൻ്റെ ചരിത്രം. അത് തികച്ചും സെക്യുലറായിട്ടുള്ള പോരാട്ടമായിരുന്നു. പലസ്തീനിൽ
മുസ്ലിം മതവിശ്വാസികൾ മാത്രമൊന്നുമല്ല. ഈ ചരിത്രപരമായ പലസ്തീനിൽ ഈ ജൂത കുടിയേറ്റം ആരംഭിക്കുന്ന കാലത്ത് 10% അറബ് ക്രിസ്ത്യൻസാണ്. എഡ്വേർഡ് സെയ്ദ് ക്രിസ്ത്യനാണ്, വളരെ പ്രശസ്തനായ ആ മേഖലയിൽ നിന്നുള്ള ബുദ്ധിജീവിയാണ്. അന്ന് 80% മുസ്ലിം അറബ്സും 10% ക്രിസ്ത്യൻ അറബ്സുമാണ് ഉണ്ടായിരുന്നത്. അവർ വളരെ സമാധാനപൂർവ്വം ജീവിച്ചു വന്നിരുന്ന ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു ആദ്യം. അതിനുശേഷമാണ് ബ്രിട്ടീഷ് കൊളോണിയലിസം വന്നത്. അത് കഴിഞ്ഞിട്ടാണ് സെറ്റ്ലർ കൊളോണിയലിസം വന്നത്. സെറ്റ്ലർ കൊളോണിയലിസം എന്ന് പറയുന്നത് ഒരു നാട്ടിൽ പുറത്തു നിന്നുള്ള ആളുകൾ വന്ന് താമസമാക്കി അവിടുത്തെ മനുഷ്യരെ സമ്പൂർണ്ണമായി പുറന്തള്ളുന്നതിനെയാണ്. അവിടുത്തെ മനുഷ്യരെ, അവരുടെ വിശ്വാസങ്ങളെ, അവരുടെ ജീവിത രീതിയെ, അവരുടെ സംസ്കാരത്തെ അവിടെ നിന്ന് സമ്പൂർണ്ണമായി പുറന്തള്ളി പുതിയ ഒരു സംസ്കാരത്തെ സ്ഥാപിച്ചെടുക്കുന്നതിനെയാണ് സെറ്റ്ലർ കൊളോണിയലിസം എന്ന് പറയുന്നത്. അമേരിക്ക അതിനൊരു ഉദാഹരണമാണ്. അമേരിക്കയിലെ മനുഷ്യർ യഥാർത്ഥത്തിൽ അവിടുത്തെ തദ്ദേശീയരായ മനുഷ്യർ അമരിന്ത്യക്കാരാണ്, കറുത്ത വർഗ്ഗക്കാരാണ്. യൂറോപ്പിൽ നിന്നുള്ള വെള്ളക്കാരുടെ കുടിയേറ്റം സംഭവിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? അവിടുത്തെ യഥാർത്ഥത്തിലുള്ള അമേരിക്കയുടെ അവകാശികളെ പാർശ്വവൽകൃതരാക്കി അവരെ പുറന്തള്ളി പുതിയ ഒരു വൈറ്റ് സുപ്രീമസി അവിടെ സ്ഥാപിക്കപ്പെട്ടു. അത് സെറ്റ്ലർ കൊളോണിയലിസമാണ്. ഓസ്ട്രേലിയയിൽ അതാണ് സംഭവിച്ചത്. ഓസ്ട്രേലിയയുടെ യഥാർത്ഥ അവകാശികൾ അവിടുത്തെ അബോർജിനൽസ് അടക്കമുള്ള അവിടുത്തെ തദ്ദേശീയരാണ്. അവിടുത്തെ തദ്ദേശവാസികളെ പുറന്തള്ളി അവിടെ പുറത്തുനിന്ന് വന്ന കുടിയേറ്റക്കാർ, വെള്ളക്കാരായ കുടിയേറ്റക്കാർ അവരുടെ രാഷ്ട്രം സ്ഥാപിച്ചതാണ്. യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് ഈ ചരിത്രപരമായ പലസ്തീൻ ഭൂപ്രദേശത്തും സംഭവിച്ചത്. അവിടുത്തെ മനുഷ്യർ അവരവരുടെ സംസ്കാരത്തിൽ, അവരുടെ രീതികളിൽ ജീവിച്ചു വന്നിരുന്ന മനുഷ്യർ അവരുടെ സ്വന്തം ഭവനങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു എന്ന പ്രക്രിയയാണ് അവിടെ നടന്നത്. ഇത് സെറ്റ്ലർ കൊളോണിയലിസം ആണെന്ന് ഇപ്പോൾ സൈദ്ധാന്തികമായി പറയുന്നു. ഇത് 1937 വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇവിടെ നടക്കുന്നത് അമേരിക്കയിലും ഓസ്ട്രേലിയയിൽ നടന്നതുപോലത്തെ ഒരു കാര്യമാണ്. ഒരു ഹയർ ഗ്രേഡ് റേസ്, കുറച്ചുകൂടി ഉയർന്ന ഒരു വംശം ഒരു താഴ്ന്ന വംശത്തെ റീപ്ലേസ് ചെയ്യുന്ന, അവരെ മാറ്റി പുതിയ വംശത്തെ സ്ഥാപിക്കുന്ന ഒരു പ്രക്രിയയാണ് നടന്നത് എന്ന് വിൻസ്റ്റൺ ചർച്ചിൽ 1937 അന്നത്തെ ഈ രാഷ്ട്ര സ്ഥാപനം സംബന്ധിച്ച പീൽ കമ്മീഷൻ മുൻപാകെ പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു വംശീയ പദ്ധതിയാണ്, റേഷ്യൽ പ്ലാനാണ്, ഒരു വംശീയ പദ്ധതിയാണ് അവിടെ നടപ്പായത്. ആ വംശീയ പദ്ധതിയുടെ നടപ്പാക്കലാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരു ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിൽ കടന്ന് നടത്തിയ ആക്രമണത്തിൻ്റെ പ്രതികാരം അല്ലെങ്കിൽ അതിനോടുള്ള അനുപാതരഹിതമായ പ്രതികരണം എന്നുള്ളതിനപ്പുറത്ത് നടക്കുന്നത് ഒരു വംശീയ പദ്ധതി തന്നെയാണ്. ആ പദ്ധതിക്ക് പ്രത്യയശാസ്ത്രപരമായ ന്യായീകരണങ്ങൾ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായ പദ്ധതി ആ കാലം മുതലേ ഉണ്ട് എന്ന് നമുക്ക് ഇസ്രായേലിൻ്റെയും പലസ്തീൻ്റെയും ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും എന്നുള്ളത് വ്യക്തമാണ്. പലസ്തീനിലെ മനുഷ്യരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ നാട്, അവരുടെ ജീവിതം, അവരുടെ വീട്, അവരുടെ ചരിത്രം, അവരുടെ സംസ്കാരം എന്നിവ വളരെ പ്രധാനമാണ്. ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിൽ സയണിസം ആരംഭിക്കുന്ന സമയത്ത് ജൂതരെ സംബന്ധിച്ച് അവർക്ക് ജീവിക്കാൻ ഒരു രാഷ്ട്രം വേണം എന്ന ആവശ്യമാണ് ഉണ്ടായിരുന്നത്. അതിന് സയണിസത്തിൻ്റെ പിതാവായ തിയഡോർ ഹെർസൽ തന്നെ പല സ്ഥലങ്ങൾ അന്വേഷിച്ചിരുന്നു. പലരും വിചാരിക്കുന്നത് പോലെ ഈ പറഞ്ഞ പലസ്തീൻ പ്രദേശത്തേക്ക് മാത്രമായി എന്ന ചിന്ത ആ തുടക്കഘട്ടത്തിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അർജന്റീനയിൽ ഒരു ജൂതരാഷ്ട്രം എന്നൊരു സ്വപ്നം ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. സയണിസത്തിൻ്റെ തുടക്കത്തിൽ തിയഡോർ ഹെർസൽ ദ ജൂവിഷ് സ്റ്റേറ്റ് എന്ന ലഘുലേഖ എഴുതുന്നതാണ് ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാഷ്ട്ര രൂപീകരണത്തിൻ്റെ ആദ്യത്തെ പടി. അതിൽ ഒന്നുകിൽ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലുള്ള ചരിത്രപരമായ പലസ്തീൻ പ്രദേശത്ത് അല്ലെങ്കിൽ അർജന്റീനയിൽ ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കണം എന്നുള്ളതായിരുന്നു ആവശ്യം. ജൂതരെ സംബന്ധിച്ച്, ജൂത മതവിഭാഗത്തെ സംബന്ധിച്ച് അവർ ഏറ്റവും കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ജനതയാണ്. അവരെ പീഡിപ്പിച്ചത് യൂറോപ്യൻ കമ്മ്യൂണിറ്റികളാണ് എന്നുള്ളത് വേറെ വിഷയം. യൂറോപ്യൻ സമൂഹങ്ങളിലേക്ക് ആ മനുഷ്യരെ അസിമുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, ആ മനുഷ്യരെ സ്വീകരിക്കുന്നുണ്ടായിരുന്നില്ല, അവരെ പുറന്തള്ളുകയായിരുന്നു. അവരെ പലതരത്തിലുള്ള പീഡനങ്ങൾക്ക്, പലതരത്തിലുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങളും അതുപോലെയുള്ള കഥകളും ഒക്കെ ചമച്ച് പെർസിക്യൂട്ട് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. ചരിത്രത്തിൽ ഒരുപാട് ജൂത കൂട്ടക്കൊലകളുണ്ട്. അങ്ങനെ യൂറോപ്യൻ സൊസൈറ്റികളിൽ സമാധാനപരമായി ജീവിക്കാൻ കഴിയില്ല എന്ന ബോധ്യം വരുന്ന സമയത്താണ് ജൂതർക്ക് വേണ്ടി ഉള്ള ഒരു രാഷ്ട്രം, ജൂതർക്ക് താമസിക്കാനുള്ള ഒരു രാഷ്ട്രം എന്ന ഒരു സങ്കല്പം ഉണ്ടാവുന്നത്. പക്ഷേ യൂറോപ്യൻ സമൂഹങ്ങൾ ജൂതരോട് ചെയ്ത കൊടിയ പാതകങ്ങളിലൊക്കെ അതിൻ്റെയൊക്കെ പാപപരിഹാരം ആര് ചെയ്യണം? അവർക്കൊരു രാഷ്ട്രം എവിടെ ഉണ്ടാകണമായിരുന്നു? പല പദ്ധതികൾ വരുന്നുണ്ട്. സൈപ്രസ് ഒരു ഉദാഹരണം. സൈപ്രസിൽ ഒരു ജൂതരാഷ്ട്രം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു.
അപ്പോൾ അന്ന് ബ്രിട്ടനാണ് ഇന്നിപ്പോൾ അമേരിക്ക എന്നൊക്കെ പറയുന്നത് പോലെ ലോകത്തെ ഏറ്റവും വലിയ സ്വാധീന ശക്തി. ബ്രിട്ടൻ്റെ മധ്യസ്ഥതയിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുക. ബ്രിട്ടൻ പറയുന്നത് ഇപ്പോൾ ഞങ്ങളുടെ അധീനതയിലല്ല അന്ന് കേട്ടോ, അന്ന് നിങ്ങൾ ഈ പറയുന്ന പലസ്തീനോ അതല്ലെങ്കിൽ സൈപ്രസോ സീനായിയോ ഒന്നും ഞങ്ങളുടെ അധീനതയിലല്ല. അപ്പോൾ നിങ്ങൾക്ക് അവിടെയൊക്കെ രാഷ്ട്രം ഉണ്ടാക്കാൻ സഹായിക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റില്ല, കാരണം ഞങ്ങൾക്ക് അവിടെ നിയന്ത്രണങ്ങളൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഉഗാണ്ടയിൽ ഒരു ജൂതരാഷ്ട്രം ഉണ്ടാക്കിക്കൊള്ളൂ എന്ന് സയനിസ്റ്റ് നേതൃത്വത്തോട് ബ്രിട്ടൻ പറയുന്നുണ്ട്. 1904 അന്നത്തെ ബ്രിട്ടീഷ് കോളനി സെക്രട്ടറി ആയിട്ടുള്ള ചേംബർലൈൻ ഉഗാണ്ടയിൽ ഒരു ജൂതരാഷ്ട്രം ഉണ്ടാക്കാനുള്ള ഒരു പ്രപ്പോസൽ ഈസ്റ്റ് ആഫ്രിക്കയിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ബ്രിട്ടൻ്റെ ഈ പദ്ധതി സയനിസ്റ്റ് കോൺഗ്രസിൽ ചർച്ച ചെയ്യുകയും അവർ കുറച്ചാളുകൾ വിയോജിച്ചെങ്കിലും അങ്ങനെ അത് അംഗീകരിക്കുകയും അങ്ങനെ ഉഗാണ്ടയിൽ ഒരു ജൂതരാഷ്ട്രം ഉണ്ടാക്കാമെന്ന് തീരുമാനിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ അവിടുത്തെ വെള്ളക്കാരായിട്ടുള്ള സെറ്റിലേഴ്സ്, അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നുമൊക്കെ പോയ, പ്രത്യേകിച്ച് ബഹുഭൂരിപക്ഷം ബ്രിട്ടനിൽ നിന്ന് പോയ ഈസ്റ്റ് ആഫ്രിക്കയിലെ കുടിയേറ്റക്കാർക്ക് അത് സമ്മതമായില്ല. ജൂതന്മാരെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഒരു രാഷ്ട്രം ഉണ്ടാക്കണ്ട എന്നൊരു നിലപാടെടുത്തു. അപ്പോൾ അത് ഉപേക്ഷിക്കേണ്ടി വന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ വളരെ ശക്തമായ സമ്മർദ്ദം, പണത്തിൻ്റെ സമ്മർദ്ദം, ഒരുപാട് വലിയ സാമ്പത്തിക ശേഷിയുള്ള ബാങ്കർമാർ ബ്രിട്ടനിൽ മറ്റൊക്കെ ഉണ്ട്. ബ്രിട്ടനിലെ രാഷ്ട്രീയ നേതൃത്വം ഈ ഫണ്ടിങ്ങിൻ്റെ ഒക്കെ ഒരു തരത്തിലുള്ള ഉപഭോക്താക്കളായിരുന്നു. അങ്ങനെ ലോബിയിസ്റ്റുകൾ, ജൂയിഷ് ലോബിയുടെ ശക്തമായ പണസ്വാധീനത്താൽ ബ്രിട്ടീഷ് സർക്കാരിനെ കൊണ്ടൊരു ജൂതരാഷ്ട്ര പദ്ധതി അംഗീകരിക്കുകയും അങ്ങനെ ഒരു ജൂതരാഷ്ട്ര സ്വപ്നം എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തിലേക്ക് ആവുകയുമാണ് ചെയ്തത്. എന്തൊരു അനീതിയാണെന്ന് നോക്കൂ. ഈ ജൂതരാഷ്ട്രത്തിൻ്റെ ആധാരശില എന്ന് പറയുന്നത് ബാൽഫർ ഡിക്ലറേഷൻ എന്നറിയപ്പെടുന്ന ബ്രിട്ടൻ്റെ ഫോറിൻ സെക്രട്ടറിയുടെ ഒരു ഡിക്ലറേഷനാണ്. അത് റോത്ത്ചൈൽഡിന്, അന്നത്തെ ലണ്ടനിലെ ഏറ്റവും പ്രശസ്തനായ ബാങ്കർക്ക് അദ്ദേഹം അയച്ച ഒരു കത്താണ്. ഡിയർ റോത്ത്ചൈൽഡ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ബാൽഫർ ഡിക്ലറേഷൻ ആരംഭിക്കുന്നത് തന്നെ. ആ ബാൽഫർ ഡിക്ലറേഷനിൽ പറയുന്നത് പലസ്തീൻ പ്രദേശത്ത്, ചരിത്രപരമായ പലസ്തീനിൽ ഒരു ജൂതരാഷ്ട്രം എന്ന് പറയുന്നതിൽ ഒരു ജൂയിഷ് നാഷണൽ ഹോം ഉണ്ടാക്കാൻ ഞങ്ങൾ സഹകരിക്കാം. അവിടെ നിലവിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവനെയോ ജീവനോപാധികളെയോ വിശ്വാസങ്ങളെയോ യാതൊരു തരത്തിലും ഹനിക്കാതെ സ്വച്ഛന്തമായി നിങ്ങൾക്കൊരു രാഷ്ട്രം പലസ്തീനിൽ ഉണ്ടാക്കാം എന്ന് റോത്ത്ചൈൽഡിനോട് ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറി ഒരു കത്തിലൂടെ പറഞ്ഞതാണ് ഈ ജൂതരാഷ്ട്രത്തിൻ്റെ, ഇസ്രായേലിൻ്റെ പിറവിക്ക് കാരണമായത്. അത് പിന്നീട് അമേരിക്കൻ കോൺഗ്രസ് അംഗീകരിക്കുന്നു. ഈ കത്തിൻ്റെ അല്ലെങ്കിൽ ഈ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് ലോകമെമ്പാടുമുള്ള ജൂതർ, വിവിധ യൂറോപ്യൻ സൊസൈറ്റികളിലുള്ള ജൂതർ, മറ്റിടങ്ങളിലുള്ള ജൂതർ കൂട്ടത്തോടെ ഈ മേഖലയിലേക്ക് സ്ഥലം വാങ്ങി അവിടെ കുടിയേറി അവിടെ ജൂയിഷ് സെറ്റിൽമെൻറ്റുകൾ ഉണ്ടാക്കുകയും അവിടുത്തെ തദ്ദേശീയരായ മനുഷ്യരുമായി കലഹിക്കുകയും ആ കലഹം അതൊരു പോരാട്ടമായി മാറുകയും ആ മേഖലയാകെ അസ്ഥിരമാവുകയും ചെയ്തപ്പോഴാണ് UN ഇടപെടലും പാർട്ടീഷൻ പ്ലാനും ഒക്കെ വേണ്ടി വന്നത്. അങ്ങനെ ചരിത്രത്തിൽ അനീതി നേരിട്ട ജനതയാണ് പലസ്തീൻകാർ. അവരെ സംബന്ധിച്ച് അവരവരുടെ നാട്ടിൽ, അവരുടെ വീട്ടിൽ യാതൊരു കുഴപ്പങ്ങളുമില്ലാതെ ജീവിച്ചു വരികയായിരുന്നു. പക്ഷേ മറ്റെങ്ങോ നടന്ന രാഷ്ട്രീയ ആലോചനകളുടെ, മറ്റെങ്ങോ നടന്ന പ്രശ്നങ്ങളുടെ ഒക്കെ ദുരന്തമേറ്റുവാങ്ങേണ്ട വിധി അവർക്കായിപ്പോയി. ചരിത്രത്തിൻ്റെ യാദൃശ്ചികതയിൽ അർജന്റീനയ്ക്കോ ഉഗാണ്ടയ്ക്കോ സൈപ്രസിനോ സിനായിക്കോ ഒന്നും ആ ദുര്യോഗം ഏറ്റുവാങ്ങേണ്ടി വന്നില്ല. പക്ഷേ ഈ നാട്ടിൽ കഴിഞ്ഞ ജനങ്ങൾക്ക് ചരിത്രത്തിൻ്റെ ഈ യാദൃശ്ചികതയുടെ ഇരകളായി മാറേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സയോണിസം എന്ന് പറഞ്ഞാൽ സയോണിലേക്കുള്ള മടക്കമെന്നാണ്. വാഗ്ദത്ത ഭൂമിയിൽ മാത്രമേ, വിശ്വാസപരമായ വാഗ്ദത്ത ഭൂമിയിൽ മാത്രമേ താമസിക്കൂ എന്ന് പൊളിറ്റിക്കൽ സിയോണിസത്തിന് ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. ഒരു രാഷ്ട്രം വേണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത് പലസ്തീനായപ്പോൾ സംഭവിച്ചത് 1948 നക്ബ സംഭവിച്ചപ്പോൾ അവിടുത്തെ മുഴുവൻ മനുഷ്യർക്കും അവരവരുടെ വീടുകളിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടി വന്നു. അറബ് ഗ്രാമങ്ങളെ സമ്പൂർണ്ണമായി തകർത്തു. വിവിധ പലസ്തീൻ ഭൂഭാഗങ്ങളിലായി കഴിഞ്ഞു വന്നിരുന്ന മനുഷ്യർ അവിടെ നിന്ന് പുറന്തള്ളപ്പെട്ടു. അവരുടെ ഗ്രാമങ്ങൾ അധിനിവേശത്തിന് വിധേയരായി. അവർ കയ്യിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ എടുത്തോടി. എപ്പോൾ? 1948 പല ഭാഗങ്ങളിലേക്ക് ഓടി. ജോർദാനിൽ, തൊട്ടടുത്ത രാജ്യമായ ജോർദാനിൽ 23 ലക്ഷം പലസ്തീനികളുണ്ട്. ലെബനോനിലുണ്ട്. ഗാസയിലുള്ള മനുഷ്യർ, ബഹുഭൂരിപക്ഷം ആളുകളും മുമ്പ് 1948 മെയിൻലാൻഡിൽ നിന്ന് അവിടേക്ക് പ്രാണരക്ഷാർത്ഥം ഓടി അവിടെ അഭയം പ്രാപിച്ച ആളുകളുടെ പിന്മുറക്കാരാണ്. അവശേഷിച്ച ഭാഗങ്ങളിലേക്ക്, പലസ്തീൻ ഭൂഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന മനുഷ്യർ അവരുടെ കയ്യിൽ കരുതാവുന്ന എല്ലാ സാധനങ്ങളും എടുത്തോടി. അവരുടെ വീടുകൾ തകർക്കപ്പെട്ടു. അതുവരെ അവരുടെ നാടായിരുന്ന, അതുവരെ അവരുടെ ഭവനമായിരുന്ന പ്രദേശം ഇല്ലാതായി. അവർ കന്യരായി. അത് തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടം അവർ അക്കാലം മുതൽ നടത്തുകയാണ്. ആ മനുഷ്യർ, അന്ന് അഭയാർത്ഥികളായ ആ മനുഷ്യരുടെ പിന്മുറക്കാർ
പിന്നീട് ഇപ്പോഴും കൂടുതൽ കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് ഒഴിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അവരെ ആട്ടിത്തെളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവരെ ഗാസയിൽ നിന്നും അവരെ വെസ്റ്റ് ബാങ്കിൽ നിന്നുമൊക്കെ അകറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ പലരും ഉന്നയിക്കുന്ന ഒരു പ്രശ്നം ഹമാസിൻ്റെ ആക്രമണം കൊണ്ടല്ലേ ഈ അവസ്ഥ വന്നത് എന്നാണ്. ഹമാസാണ് ഗാസ ഭരിക്കുന്നത്. ഇതുപോലെ ഒരു ഗ്രൂപ്പ് ഭരിച്ചാൽ അവിടുത്തെ ജനങ്ങൾ ഇതൊക്കെ നേരിടേണ്ടി വരും എന്ന് ഇസ്രായേൽ അനുകൂലികൾ പറയാറുമുണ്ട്. ഗാസ മാത്രമേ ഹമാസ് ഭരിക്കുന്നുള്ളൂ, വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്നത് ഹമാസ് അല്ല. അപ്പോൾ വെസ്റ്റ് ബാങ്കിലെ ജനങ്ങളുടെ അവസ്ഥ, വെസ്റ്റ് ബാങ്കിലെ പലസ്തീനിയൻ മനുഷ്യരുടെ അവസ്ഥ എന്താണ്? അവർക്ക് അവകാശങ്ങൾ ലഭിക്കുന്നുണ്ടോ? അവർക്കൊരു അവകാശങ്ങൾ ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, അടിമത്തമൊക്കെ നിരോധിക്കപ്പെട്ടിട്ട് എത്രയോ കാലമായെന്ന് നമുക്കറിയാം. ആധുനിക കാലത്ത് അടിമത്തമില്ല, പക്ഷേ അടിമകളെക്കാൾ മോശം ജീവിത സാഹചര്യങ്ങളുള്ള, ഏറ്റവും മോശം മനുഷ്യാവകാശങ്ങളുള്ള, സ്വന്തം നാട്ടിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരുന്ന, ഒരു ജോലിക്ക് രാവിലെ വീട്ടിൽ നിന്നിറങ്ങി ജോലിക്ക് പോകണമെങ്കിൽ നിരവധി ചെക്ക് പോയിന്റുകൾ, ഗൺ പോയിന്റിൽ നിന്ന് അതിജീവിക്കേണ്ട, ഒരുപക്ഷെ ഒരു കാരണവുമില്ലാതെ മർദ്ദനത്തിന് ഇരയാകേണ്ടി വന്നേക്കാം, ഒരു കാരണവുമില്ലാതെ നിങ്ങൾക്ക് മണിക്കൂറുകൾ വരി നിൽക്കേണ്ടി വന്നേക്കാം, സ്വതന്ത്രമായി ചലിക്കാൻ പോലും കഴിയാത്ത ജനതയാണ് വെസ്റ്റ് ബാങ്കിലുള്ളത്. ഏത് വെസ്റ്റ് ബാങ്കിൽ? ഹമാസ് ഇല്ലാത്ത വെസ്റ്റ് ബാങ്കിൽ. വെസ്റ്റ് ബാങ്കിലെ ജനതകളെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടുത്തെ മനുഷ്യർ, അവിടുത്തെ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ കൂടുതൽ ആളുകൾ ആശുപത്രികളിൽ പ്രസവിക്കണം, വീടുകളിലെ പ്രസവം സുരക്ഷിതമല്ല എന്നൊക്കെ നമ്മൾ ക്യാമ്പയിൻ നടത്താറുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ റോഡിൽ പ്രസവിക്കുന്ന സ്ഥലമാണ് വെസ്റ്റ് ബാങ്ക് എന്നാണ് പറയുക. കാരണം എന്താണെന്ന് അറിയാമോ? പ്രസവ വേദന തുടങ്ങുന്ന ഘട്ടത്തിൽ ആശുപത്രിയിലേക്ക്, വെസ്റ്റ് ബാങ്കിലെ ഒരു പലസ്തീനിയൻ വീട്ടിൽ നിന്ന് ഒരു സ്ത്രീയെ വാഹനത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഈ ചെക്ക് പോയിന്റുകൾ പിന്നിടണം. എത്ര മണിക്കൂർ കാത്തിരിക്കണം എന്നറിയോ? അപ്പോൾ പ്രസവം ആ റോഡിൽ, ആ വാഹനത്തിലാവും ആ മനുഷ്യരുടേത്. അങ്ങനെ അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു ജനതയാണ് വെസ്റ്റ് ബാങ്കിലുള്ളത്. അവിടുത്തെ ഏറ്റവും വലിയ ഹൈവേ അറിയപ്പെടുന്നത്, ഏറ്റവും പോഷായിട്ടുള്ള ഹൈവേ അറിയപ്പെടുന്നത് തന്നെ അപ്പാർത്തീഡ് ഹൈവേ എന്നാണ്. കാരണം വെസ്റ്റ് ബാങ്കിൽ താമസിക്കുന്ന പലസ്തീനിയൻ മനുഷ്യർക്ക് അവരുടെ വാഹനങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് ആ ഹൈവേയിൽ കയറാൻ അനുവാദമില്ല. നിങ്ങളുടെ നാട്ടിലുള്ള ഹൈവേയിൽ നിങ്ങൾക്ക് കയറാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിനെയാണ് അപ്പാർത്തീഡ് എന്ന് പറയുന്നത്. അവിടെ ആണ് വലിയൊരു മതിൽ ഉയർന്നിരിക്കുന്നത്. അതിനെ അപ്പാർത്തീഡ് വാൾ എന്നാണ് വിളിക്കുന്നത്. വർണ്ണ വിവേചനമൊക്കെ അവസാനിച്ചിട്ട് എത്ര കാലമായി നോക്കണം. പക്ഷേ ഈ രൂപത്തിലുള്ള അപ്പാർത്തീഡ്, ഈ തരത്തിലുള്ള വിവേചനം ഇപ്പോഴും നടമാടുന്ന സ്ഥലമാണ് ഹമാസ് ഒരു പൊടി പോലും ഇല്ലാത്ത PLO ഭരിക്കുന്ന വെസ്റ്റ് ബാങ്ക് എന്നോർക്കണം. ഈ ഹമാസ് എന്ന് പറയുന്ന സംഘടന 1988 ഒന്നാം ഇൻതിഫാദയുടെ സമയത്താണ് രൂപം കൊള്ളുന്നത്. അത് മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഒരു ഓഫ് ഷൂട്ടായി തുടങ്ങിയ സംഘടനയാണ്. 1988 മുതലേ ഹമാസ് ഉള്ളൂ. ഹമാസിനെ അനുകൂലിക്കുന്ന, എല്ലാ കാര്യത്തിലും അനുകൂലിക്കുന്ന ആളല്ല ഞാൻ. പക്ഷേ ഹമാസ് ഇല്ലാത്ത കാലത്ത് അവിടെ നീതി ഉണ്ടായിരുന്നു? ഇല്ല. അന്നും പാലസ്തീനിയൻ മനുഷ്യരുടെ അവസ്ഥ ഇത് തന്നെയായിരുന്നു. 1948 പലസ്തീനിലെ മനുഷ്യർ സമ്പൂർണ്ണമായി അവരുടെ വീടുകളിൽ നിന്ന് കുടിയിറക്കപ്പെട്ടപ്പോൾ, അവരെ അവരുടെ വീടുകളിൽ നിന്ന് പുറന്തള്ളിയപ്പോൾ, അവരുടെ ഗ്രാമങ്ങൾ നിശേഷമായി ഇല്ലാതായപ്പോൾ അവിടെ ഈ പറഞ്ഞ സംഘടനയോ അതിൻ്റെ നേതാക്കളോ അതിൻ്റെ പ്രവർത്തകരോ ഉണ്ടായിരുന്നോ? ഇല്ല. അവരുണ്ടായിട്ടല്ല നക്ബ സംഭവിച്ചത്. അതിനുശേഷം 1967 ആ നാട് സമ്പൂർണ്ണമായ അധിനിവേശത്തിലേക്ക്, 1967 മുതലാണ് മുഴുവൻ ഭൂഭാഗങ്ങളും, മുഴുവൻ പലസ്തീനിയൻ ഭൂഭാഗങ്ങളും സമ്പൂർണ്ണമായ അധിനിവേശത്തിന് വിധേയമായത്. അന്ന് ഹമാസ് ഉണ്ടായിട്ടില്ല. ഹമാസൊക്കെ ഉണ്ടാവുന്നത് പിന്നെയും ഒരുപാട് കാലം മുമ്പാണ്. അപ്പോൾ പലസ്തീനിലെ ഒരു മനുഷ്യൻ, അയാൾ ഭൂമിയിലേക്ക് പിറന്ന് വീഴുന്ന ആ നിമിഷം മുതൽ, ആ മൊമെന്റ് മുതൽ അനീതി നേരിട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ സംഘടനയോ തീവ്രവാദമോ മതമോ രാഷ്ട്രീയമോ ഒന്നുമല്ല. അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത് മനുഷ്യത്വമാണ്. ഒരു നാട്ടിൽ, ഒരു ജനതയ്ക്ക്, പിറന്നു വീണ നാട്ടിൽ സമാധാനത്തോടുകൂടി സ്വച്ഛന്തമായി ജീവിക്കാനുള്ള അടിസ്ഥാന അവകാശം എന്നുള്ളതാണ് പ്രശ്നം. ആ അവകാശത്തിന് മേൽ കടന്നുകയറ്റം നടത്തുകയും ആ അവകാശം ഹനിക്കപ്പെടുകയും സ്വന്തം നാട്ടിൽ നിന്ന് മനുഷ്യരെ പുറന്തള്ളുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം. അതിൽ മറ്റ് രാഷ്ട്രീയ വിവക്ഷകൾക്കൊന്നും സാധ്യതയില്ലാത്തതുകൊണ്ടാണ് ഇന്ത്യ 1948 മുതൽ ഖണ്ഡിതമായ ഈ നിലപാട് കൈക്കൊള്ളുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനിയിപ്പോൾ അവിടെ മനുഷ്യർ ബോംബിങ് ഇല്ലാത്ത ദിവസങ്ങൾ ഒരുപക്ഷെ കണ്ടേക്കാം. പക്ഷേ ബോംബിങ് ഇല്ലാത്ത ദിവസങ്ങളിൽ ഇനി അവരുടെ മുകളിൽ ഈ അടുത്ത ദിവസങ്ങളിലൊന്നും ബോംബ് വീഴില്ല എന്ന് വിചാരിക്കാം. പക്ഷേ അവർ കഴിയുന്നത് ടെൻറ്റുകളിലാണ്. ആ ടെൻറ്റ് ഉണ്ടാക്കാനുള്ള സാമഗ്രികൾ പോലും ഇനി കൊണ്ടുവരണം. UN സഹായം നാളെ മുതലേ ഉള്ളൂ, ഇന്നില്ല, നാളെ മുതൽ തുടങ്ങുകയാണ്. അപ്പോൾ അവിടെ മനുഷ്യർക്ക് ടെൻറ്റുകളിൽ കഴിയണമെങ്കിൽ ടെൻറ്റ് ഉണ്ടാക്കാനുള്ള സാമഗ്രികൾ അവിടേക്ക് എത്തണം. ഈ ഗാസ എന്ന് പറയുന്ന സ്ഥലം 2007 മുതൽ ബ്ലോക്കേഡിലാണ്. എല്ലാ വശത്താലും ചുറ്റപ്പെട്ട് നിൽക്കുകയാണ്. അവിടേക്ക് ഒരു സാധനവും അങ്ങോട്ടോ ഇങ്ങോട്ടോ കൊണ്ടുവരാൻ കഴിയില്ല. ലോകത്തെ ഏറ്റവും വലിയ തുറന്ന ജയിൽ എന്നാണ്
ഗാസ സ്ട്രിപ്പ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇനി അവിടെ ഒരു കല്ല് വെക്കണമെങ്കിൽ ആ കല്ല് കൊണ്ടുവരണം പുറത്തു നിന്ന്. അത് അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ അങ്ങനെ കൊണ്ടുവരാൻ അനുവദിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കണം ഏത് തരം അടിമത്തത്തിലാണ് ആ മനുഷ്യർ ജീവിക്കുന്നതെന്ന്. നമ്മൾ ലോകത്തെ നടുക്കി ഏറ്റവും വലിയ ക്രൂരതയായി ഇതുവരെ ആധുനിക കാലത്തെ ഏറ്റവും വലിയ ക്രൂരത അഡോൾഫ് ഹിറ്റ്ലറുടെ കാലത്ത് ജർമ്മനിയിൽ നടത്തിയതാണ്. അന്ന് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ലക്ഷക്കണക്കിന് മനുഷ്യരെ, അന്നത്തെ ആര്യൻ സുപ്രീമസി വാദമുന്നയിച്ച് ജൂതരെ അഡോൾഫ് ഹിറ്റ്ലർ കൂട്ടക്കൊല ചെയ്തു. അതൊരു വംശഹത്യയായിരുന്നു. അതിനുശേഷം അഡോൾഫ് ഹിറ്റ്ലറുടെ ജൂത കൂട്ടക്കൊലയ്ക്ക് ശേഷം ലോകം കാണുന്ന ഏറ്റവും വലിയ മനുഷ്യത്വ വിരുദ്ധമായ വംശഹത്യയാണ് ഈ ഒക്ടോബർ 7 മുതലല്ല, നിരവധി വർഷങ്ങളായി പലസ്തീൻ ഭൂപ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് സത്യത്തിൽ ഇതൊക്കെ നേരത്തെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ പേര് ഡേവിഡ് ബെൻ ഗൂരിയോൺ എന്നാണ്. 1937 അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ എഴുതുന്നത് ഇങ്ങനെയാണ്: നമുക്ക് ഓരോ ഗ്രാമങ്ങളിൽ നിന്നും ഇവരെ പുറന്തള്ളണം. അങ്ങനെ അറബുകളില്ലാത്ത ഗലീലി എന്ന സ്വപ്നം നമുക്ക് പൂവണിയിക്കണം എന്ന് അദ്ദേഹം എഴുതുന്നുണ്ട്. എന്ന് 1937. അതും കഴിഞ്ഞ് 11 കൊല്ലം കഴിഞ്ഞാണ് ഇസ്രായേൽ എന്ന രാഷ്ട്രം ഉണ്ടാവുന്നത് പോലും. ഇക്കാര്യത്തിൽ നമുക്കൊരുപാട് തടസ്സങ്ങളുണ്ടാവും. പക്ഷേ ജൂതരാഷ്ട്രം എന്ന് പറയുന്ന നമ്മുടെ സ്വപ്നം ആ തടസ്സങ്ങളെയൊക്കെ ഇല്ലാതാക്കും എന്ന് ഇസ്രായേലിൻ്റെ പ്രഥമ പ്രസിഡന്റ് ഷൈം വീസ്മാനും എഴുതുന്നുണ്ട്. ഇതൊരു വംശീയ പദ്ധതിയായി എത്രയോ കാലം മുമ്പ് എഴുതി വയ്ക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് എന്ന കാര്യം കൂടി ഓർക്കണം. അന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതായത് ഗലീലി പൂർണ്ണമായും വംശീയമായി, വംശശുദ്ധിവാദം എന്നൊക്കെ പറയുന്നത് അല്ല, വംശീയമായി നമ്മൾ മാത്രമുള്ളതാവണം, ഇതര വിഭാഗങ്ങളെ പുറന്തള്ളണം അവിടെ നിന്ന് എന്ന് അന്ന് എഴുതി വെച്ച പദ്ധതി ഓരോരോ കാലങ്ങളിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലെത്തിയതാണ് നമ്മൾ ഈ സമീപകാലത്ത് കണ്ടത്. ഇന്നിപ്പോൾ വെസ്റ്റ് ബാങ്കിൽ 5.5 ലക്ഷത്തോളം ജൂതരുണ്ട്, ജൂത സെറ്റിൽമെൻറ്റുകളുണ്ട്. കിഴക്കൻ ജെറൂസലേമിൽ 2.5 ലക്ഷത്തോളം ജൂതന്മാരുണ്ട്, ജൂത സെറ്റിൽമെൻറ്റുകളുണ്ട്. നോക്കൂ, 1967 യുദ്ധത്തിന് ശേഷമാണ് വെസ്റ്റ് ബാങ്കും അതുപോലെ തന്നെ ഗാസയും കിഴക്കൻ ജെറൂസലേമും ഇസ്രായേലിൻ്റെ അധിനിവേശത്തിലേക്ക് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലേക്ക് എത്തിയത്. 1967 യുദ്ധത്തിന് ശേഷം ഐക്യരാഷ്ട്രസഭ, നേരത്തെ ഐക്യരാഷ്ട്രസഭയുടെ സ്വാധീനമില്ലായ്മയെക്കുറിച്ച് പറഞ്ഞു. UN സെക്യൂരിറ്റി കൗൺസിൽ ഏകകണ്ഠമായി 1967 മുമ്പുള്ള അവസ്ഥയിലേക്ക് ഇസ്രായേൽ പിന്മാറണം എന്ന് പറഞ്ഞാൽ 1967 യുദ്ധത്തിൽ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ വിട്ടുകൊടുക്കണം എന്ന് അന്ന് UN സെക്യൂരിറ്റി കൗൺസിൽ ഐക്യകണ്ഠേന ഒരു പ്രമേയം പാസ്സാക്കിയതാണ്. നടപ്പായില്ല. 1967 കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഇത് 2025 അത് കഴിഞ്ഞ് 1974 ഐക്യരാഷ്ട്രസഭയിൽ ജനറൽ അസംബ്ലിയിൽ PLOയെ പലസ്തീനിയൻ മനുഷ്യരുടെ ലെജിറ്റിമേറ്റ് എൻറ്റിറ്റിയായി പ്രഖ്യാപിച്ചു. പലസ്തീൻ രാഷ്ട്രം എന്നുള്ളത് ലോകമെമ്പാടുമുള്ള രാഷ്ട്രങ്ങൾ അംഗീകരിച്ചു. വല്ലതും നടന്നോ? ഒന്നും നടന്നില്ല. ഈ മനുഷ്യർ രാഷ്ട്രമില്ലാത്ത മനുഷ്യരായി, എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കപ്പെടാവുന്ന മനുഷ്യരായി അവിടെ തുടരുകയാണ്. മനുഷ്യത്വം മരവിക്കുന്ന ഒരുപാട് നൃശംസതകൾ അവിടെ അരങ്ങേറിയിട്ടുണ്ട്. ഞാനത് ഓരോന്നായി ഒന്നും എണ്ണി പറയുന്നില്ല. ഞാൻ ഇതിന് തൊട്ട് മുമ്പ് ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ഒരു പലസ്തീനിയൻ കവിത ആ പരിപാടിയിൽ വായിക്കുകയുണ്ടായി. ഒരു വായനശാലയുടെ പരിപാടിയാണ്. അപ്പോൾ അതിൽ എൻ്റെ കാലുകളിൽ മായാത്ത മഷി കൊണ്ട് അടയാളമിടണം എന്ന് അച്ഛനോടൊരു കുഞ്ഞ് പറയുന്നതാണ് ഈ കവിതയുടെ പ്രസക്ത ഭാഗം. എന്തിനാണ് അങ്ങനെ ഈ പലസ്തീനിയൻ മനുഷ്യരുടെ കൈകാലുകളിൽ മഷി കൊണ്ട് അടയാളമിടുന്നത്, അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്ന അടയാളമിടുന്നതെന്ന് ചോദിച്ചാൽ, ഈ ബോംബാക്രമണത്തിൽ ചിതറിപ്പോകുമ്പോൾ അപ്പോൾ ചിലപ്പോൾ കയ്യോ കാലോ മാത്രമേ കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശരീരഭാഗം മാത്രമേ കിട്ടുകയുള്ളൂ. അത് എൻ്റെ കുഞ്ഞിൻ്റേതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമല്ലോ. ആ യാഥാർത്ഥ്യം നേരിടുന്ന മനുഷ്യരാണ് പലസ്തീനിലെ മനുഷ്യർ എന്ന് നമ്മൾ ആലോചിക്കണം. ചതുരശ്ര കിലോമീറ്ററിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞു വികലാംഗരുള്ള രാജ്യം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞു വികലാംഗരുള്ള പ്രദേശം, ചൈൽഡ് ആംപ്യൂട്ടീസ് ഉള്ള പ്രദേശം എന്ന് പറയുന്നത് ഗാസയാണ്. അത്രയധികം കുട്ടികൾ അവിടെ അംഗഭംഗം വന്നവരായുണ്ട്. നമ്മളൊരു ആധുനിക ജനാധിപത്യ സംവിധാനത്തിൽ നമ്മൾ ആധുനികരായി ജീവിക്കുകയാണ്. അപ്പം നമ്മൾ ആധുനികരായി 21-ാം നൂറ്റാണ്ടിൽ മനുഷ്യരായി ജീവിക്കുമ്പോൾ ഈ ഭൂമിയിലെ ഒരു ഭൂപ്രദേശത്ത് ഇത്രയും കൊടിയ, ഇത്രയും കടുത്ത അനീതി നടമാടുമ്പോൾ നമുക്കെങ്ങനെ നിശബ്ദരായി നോക്കിയിരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിലെ അടിസ്ഥാനപരമായ വസ്തുത. ഞാനൊരു മാധ്യമപ്രവർത്തകനാണ്. മാധ്യമ വാർത്തകൾ അവതരിപ്പിക്കേണ്ട ആളാണ്. അയാൾ എന്തിനാണ് അഭിപ്രായം പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഇത്രയും കൊടിയ അനീതി നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയുടെ ഒരു ഭാഗത്ത് അരങ്ങേറുമ്പോൾ
അത് തെറ്റാണ് എന്ന് ഏറ്റവും ചെറിയ ഭാഷയിലെങ്കിലും പറയാതെ എങ്ങനെയാണ് നമുക്ക് മനുഷ്യരായി ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഈ വിഷയത്തിലെ അടിസ്ഥാനപരമായ പ്രശ്നം. മനുഷ്യരായി ഇരിക്കുക, മനുഷ്യരായി ജീവിക്കുക, മനുഷ്യരായി ചിന്തിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ലോകത്ത് ഏത് കോണിലായാലും ഒരു ശിശുരോധനമുണ്ടായാൽ, ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടാൽ അത് നമ്മുടെ കുഞ്ഞിൻ്റെ ശബ്ദമായി, അവൻ്റെ വിലാപമായി തോന്നുമ്പോഴാണ് നമ്മൾ ശരിക്കുള്ള മനുഷ്യരാവുക. ഇത് ഒരു ഗാസയുടെ മാത്രം അവസ്ഥയല്ല. അതോറിറ്റേറിയൻ ഭരണകൂടങ്ങളുടെ കീഴിൽ ഒരുപാട് ഇടങ്ങളിൽ, അതിപ്പോൾ സുഡാനിലാവട്ടെ, നൈജീരിയയിലാവട്ടെ, കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്ന ഏത് മേഖലയിലുമാവട്ടെ, എല്ലായിടത്തും കുഞ്ഞുങ്ങൾക്ക് മറ്റിടങ്ങളിലെ സമാധാനമുള്ള ഇടങ്ങളിലെ മനുഷ്യരെ പോലെ ജീവിക്കാനുള്ള അവകാശമുണ്ട്, അവരെപ്പോലെ വളരാനുള്ള അവകാശമുണ്ട്. ഒന്നാം പിറന്നാൾ ആഘോഷിക്കാൻ കഴിയാതെ, ഒന്നാം പിറന്നാളിൻ്റെ മധുരം നുണയാൻ കഴിയാതെ മരിച്ചുപോയ കുഞ്ഞുങ്ങളുടെ നാടായി ഒരു നാടും ഉണ്ടാവരുത്. ശാശ്വതമായി, അന്തിമമായി ഈ അനീതി പരിഹരിക്കപ്പെടുക എന്നുള്ളതാണ് അതിനുള്ള വഴി. അതിന് ലോക മനസാക്ഷി ഉണരണമെങ്കിൽ ഒരുപാടിടങ്ങളിൽ ഇതുപോലെയുള്ള പരിപാടികൾ വേണ്ടിവരും. അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുണ്ട്. എല്ലാ വികസിത മുതലാളിത്ത യൂറോപ്യൻ രാജ്യങ്ങളിലുമുണ്ട്, അമേരിക്കയിലുണ്ട്, ലാറ്റിൻ അമേരിക്കയിലുണ്ട്. എല്ലായിടത്തും നീതിബോധമുള്ള മനുഷ്യർ ഒരു കൂട്ടമായി വരികയും അവർ അവരുടെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അങ്ങനെ ആ കൂട്ടായ്മയുടെ ശബ്ദം ഒരുപാട് മാറ്റൊലിക്കൊള്ളുമ്പോൾ ലോകത്തുള്ള അനീതികൾ തിരുത്തപ്പെടുകയും നീതി വരികയും ചെയ്യും. നീതി എക്കാലത്തേക്കുമായി പുലരട്ടെ പലസ്തീനിൽ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇപ്പോൾ അവിടേക്ക് വരി വരിയായി ഉറുമ്പുകൂട്ടങ്ങളെ പോലെ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് ശാശ്വതമായ ശാന്തി ഉണ്ടാവട്ടെ. അവരുറങ്ങുന്ന ടെൻറ്റുകൾ സമീപഭാവിയിൽ തന്നെ വീടുകളായി മാറുകയും അവരുടെ പുതിയ വീടുകൾക്ക് മുകളിൽ ഇനി ബോംബർ വിമാനങ്ങൾ ചീറി പറക്കാതിരിക്കുകയും ചെയ്യട്ടെ. പലസ്തീനിൽ ഗാസയിൽ പിറന്നു വീഴുന്ന കുഞ്ഞ് ഇനി നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ പോലെ ഓടിക്കളിക്കട്ടെ. അവർ പാൽമണം മാറും മുമ്പ് ശവപ്പെട്ടികളിലാവാതിരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം.